Hey guys, welcome back to the channel. So, നമ്മൾ ഈ കൊല്ലം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു 2025 യൂറോപ്യൻ കൺട്രീസിന്റെ റൂൾസ് എല്ലാം സ്ട്രിക്റ്റ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിസ പ്രോസസ്സിംഗ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തുള്ള അൺസർട്ടനിറ്റി, അതുപോലെ തന്നെ ഒരുപാട് ഇമിഗ്രൻസ് വരുന്നത് കൊണ്ട് അങ്ങനെ പല ഇഷ്യൂസും കാരണം നമുക്കിപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിൽ എല്ലാവരും നമുക്ക് നോക്കിയാൽ കാണുന്ന കാര്യം കൂടുതൽ ആളുകൾക്കൊന്നും ഡേറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് പെർമിറ്റ് ഇല്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ജസ്റ്റ് ആക്സിഡന്റലി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ജർമ്മനിയിലേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് പോലും ഇല്ലാതെ തന്നെ നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോബിന്, അതായത് നിങ്ങൾക്ക് ഡയറക്ട്ലി ലീഗലി ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് അറിയുന്നത്. ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് 2025 സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് എല്ലാമാണ്. പക്ഷെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷന്, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് കൂടുതൽ എംപ്ലോയീസിന്, അതായത് എമിഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജർമ്മനിയിലേക്ക് നമുക്ക് ലീഗലായിട്ട് തന്നെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ മൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ റീസെന്റ് സ്റ്റഡിയില് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ലക്ഷം എംപ്ലോയീസിന് ജർമ്മനിയിലേക്ക് വേണം. എന്നിരുന്നാൽ പോലും നമ്മുടെ ട്രഡീഷണൽ വിസ പ്രോസസിംഗ് മെത്തേഡ് വഴി, അതായത് സ്ട്രിക്ട് റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് കൂടുതൽ റിജക്ഷനിലേക്കാണ് പോകുന്നത്. കാരണം ഈ പറഞ്ഞ മൈഗ്രേഷൻ പോളിസീസിലുണ്ടായ ചേഞ്ചസ് കാരണം. ഇവിടെയാണ് നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് യാതൊരു വർക്ക് പെർമിറ്റോ ഒന്നും ഇല്ലാതെ തന്നെ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 ഇയർ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വിസയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് വേണ്ടി പാർട്ട് ടൈം ജോബ് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്പനികളിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോബ് സെർച്ചിങ്ങിനും മുതലായ പുതിയൊരു ജോബ് കിട്ടുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് 5 to 10 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ലീഗലി മാറാൻ പറ്റുന്നതാണ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ലോങ് ലെങ്തി ട്രഡീഷണൽ വിസ പ്രോസസ്സിംഗിനൊന്നും ആവശ്യമില്ല. നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് കുറച്ച് പോയിന്റ് ക്രൈറ്റീരിയസ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് പോയിന്റ് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർട്ട് ടൈം ജോബിനും അതുപോലെ തന്നെ ഫുൾ ടൈം ജോബിനും വർക്ക് ചെയ്യാവുന്നതാണ്. മിനിമം 20 hours, അതായത് പാർട്ട് ടൈം ജോബിന്റെ ആ ഒരു അവേഴ്സ് കവർ ചെയ്താൽ മാത്രം മതി. ആൻഡ് ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 ഇയർ ഇതിന് വാലിഡിറ്റി ഉണ്ടായതുകൊണ്ട് ഈ ഒരു 1 ഇയർ നിങ്ങൾക്ക് ഇവിടെ ലീഗലായിട്ട് തന്നെ സ്റ്റേ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഹൈ ഇൻകം ജോബ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് നിങ്ങൾക്ക് നേരെ പെർമനന്റ് റെസിഡൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പോയിന്റ് സിസ്റ്റത്തിന്റെ ബേസിലായിരിക്കും. അതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ 4 പോയിന്റ്സ് ആണ് മോസ്റ്റ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാർ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അതുപോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽകാർക്കായിരിക്കും ഈ ഒരു 4 പോയിന്റ് കിട്ടുന്നത്. അതിന് കൂടുതൽ തന്നെ നമുക്ക് ബേസിക് ജർമ്മൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കുറച്ചും കൂടി ഈസി ആയിരിക്കും അവരുടെ പ്രോസസ്സിങ്. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ 3 പോയിന്റ് വരുന്ന കാറ്റഗറിയാണ് അതർ പ്രൊഫഷണൽസ്. അവർക്കെന്ന് പറഞ്ഞാൽ മിനിമം 5 ഇയേഴ്സിന്റെ അബവ് എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ 2 ഇയേഴ്സ് ഓൺ കൺട്രീസിൽ എവിടെയാണോ ഉള്ളത് ഗ്രാജുവേഷൻ ചെയ്ത് ആ ഒരു രാജ്യത്ത് തന്നെ വേണം. പ്ലസ് അഡീഷണലി അവർക്ക് B2 ലാംഗ്വേജും കൂടി വേണം. 2 പോയിന്റ് കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി 35 വയസ്സിന് താഴെയുള്ള ആളുകൾ, അതുപോലെ തന്നെ അവർക്കൊരു അഡീഷണലി B2 ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് 2 പോയിന്റ് കാറ്റഗറീസിലേക്ക് വരും. അതുപോലെ തന്നെ 1 പോയിന്റ് കാറ്റഗറി വരുന്നതെന്ന് പറഞ്ഞാൽ 40 വയസ്സിന്റെ താഴെയുള്ളവർക്കായിരിക്കും അവർക്ക് C1 ലാംഗ്വേജും കൂടി കൂടാം. അഡീഷണലി പിന്നെ ഒരു 1 പോയിന്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ C1 ഫ്ലുവൻസി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ജർമ്മനിലും നമുക്ക് ഹൈ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു 1 പോയിന്റ് കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിൽസ്, അതിന്റെ പോയിന്റ് സിസ്റ്റം നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ഇത് പ്യൂർലി പോയിന്റ് സിസ്റ്റത്തിന്റെ ബേസിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ സ്കിൽസ് റെലവെന്റ് ആയിട്ടുള്ളതാവണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ വരുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ബാക്കപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഈ 2 ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിസയ്ക്ക് വേണ്ടി നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂഷ്വൽ വിസ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിന് റിക്വയർഡ് ആണ്.
സോ വൺസ് വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയുടെ ഒഫീഷ്യൽ ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ജോബ് പോർട്ടലിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഇൻ ജർമ്മൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇന്റർനാഷണൽ ടാലൻസ്, പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ജോബ് പോർട്ടൽസ് മുതലായുള്ള വെബ്സൈറ്റുകളിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട് യൂറോപ്പ CV യൂസ് ചെയ്യണം ജോബ് ചെയ്യാൻ വേണ്ടി, ജോബ് കിട്ടാൻ വേണ്ടി എന്നുള്ളത്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ 2004 ആ ഒരു ടൈമിലാണ് ഈ പറഞ്ഞ യൂറോപ്പ CV ഉള്ളത്. പക്ഷെ അത് ഇന്റേണലി ഉള്ള ഒരു ജോബ് സെർച്ചിങ്ങും കാര്യങ്ങൾക്കുമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും എല്ലാം പ്രൊജക്ട് ചെയ്യാൻ പാകത്തിലുള്ള CV വേണം ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. യൂറോപ്പ CV വേണം എന്നുള്ളത് യാതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ റൂൾസ് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇമിഗ്രന്റ് എംപ്ലോയീസ് എല്ലാ രാജ്യങ്ങളിലും ആവശ്യമുണ്ട്. സോ ഇതുപോലത്തെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ആക്കിക്കൊണ്ട്, അതായത് ഇപ്പൊ ലാംഗ്വേജ് പഠിച്ചിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ലീഗൽ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആയിട്ടുള്ള എല്ലാ മാർഗങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾ വിസ പ്രോസസ്സിംഗ് നടത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.